അടുത്ത പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ഇന്ന് ഈ വേദി അലങ്കരിക്കേണ്ടിയിരുന്നത്. നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വലിയ സദസ്സാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ഒത്തിരി എന്നേക്കാൾ നന്നായി കുടുംബ വിഷയങ്ങളെ പറയുവാനും അവതരിപ്പിക്കുവാനും കഴിവുള്ള ഒരു സമൂഹമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് 20-ലധികം വർഷമായിട്ട് കുടുംബ പ്രേക്ഷകർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദാസനെന്ന നിലയിൽ എൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുക. 20-ലധികം വർഷമായിട്ട് ഒത്തിരി കുടുംബ പ്രശ്നങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ചില കാരണങ്ങളും അവയെ പരിഹരിക്കുവാൻ എപ്രകാരം ദൈവത്തെ ആശ്രയിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് സാധിക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് മനസ്സിലാക്കി തരിക. ഞാൻ വികാരിച്ചനായിട്ട് പരിചയപ്പെട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, വിവാഹത്തിന് മുമ്പ് വിവാഹത്തിലേക്ക് യുവതി യുവാക്കളെ ഒരുക്കുന്ന ഒരു മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് ഇവിടെ 3 വർഷമായിട്ട് നിർബന്ധമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യമാണ്. 16 വർഷമായിട്ട് ഞങ്ങളത് നിർബന്ധമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ വിവാഹ ഒരുക്ക സെമിനാറിലേക്ക് കടന്നു വരുന്ന യുവതി യുവാക്കളോട് ഞങ്ങൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നാണ്. വൈകാരിക മാരിയുടെ ചോദിക്കും. എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന ചോദ്യത്തിന് ഓരോരുത്തരും പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് നൽകുന്നത്. ചിലർ പറയും അത് ദൈവിക നിയമമാണ്, ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് ഒരു ഭാര്യയെ കൊടുത്തു, ആണും പെണ്ണുമായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ഒരു പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിന്റെ ആവശ്യമെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും വിവാഹം കഴിക്കുന്നത് അനന്തര തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്, മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും ജീവിതത്തിൽ ഒരു ഇണയും തുണയുമായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടി സുഖവും ദുഃഖവും സന്തോഷവും പ്രയാസവും ഒക്കെ പങ്കുവയ്ക്കാൻ ആരെങ്കിലും ഒക്കെ ഉള്ളത് നല്ലതല്ലേ എന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു നല്ല കൂട്ടുകാരിക്ക് വേണ്ടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കാഴ്ചപ്പാടാണ് ഓരോരുത്തർക്കും വിവാഹ ജീവിതത്തെക്കുറിച്ച് കുടുംബ ജീവിതത്തെക്കുറിച്ച് ഉള്ളത്. ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്, വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്, മരുന്ന് കഴിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോരുത്തരുമാണ് നൽകുക. പക്ഷെ വിവാഹം കഴിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ പലർക്കും പലതരത്തിലുള്ളതായ അഭിപ്രായങ്ങളും പലതരത്തിലുള്ളതായ ഉത്തരങ്ങളുമാണ് നൽകുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ സാധാരണയായി കൂടുതൽ ആളുകൾ മജോറിറ്റി പറയുന്നത് വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യം ഒരു കുടുംബ ജീവിതം നയിക്കാനെന്നാണ്, ഒരു കുടുംബ ജീവിതം നയിക്കുക. അപ്പോൾ ഞാൻ ആ കുട്ടികളോട് വീണ്ടും ചോദിക്കും, എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർ പറയും അപ്പനും അമ്മയും മക്കളും അടങ്ങുന്നതായ ആ സമൂഹത്തെയാണ് കുടുംബം എന്ന് പറയുക. ചിലർ പറയും അപ്പനും അമ്മയും മക്കളും സന്തോഷത്തോടുകൂടി വസിക്കുന്നതാണ് കുടുംബം എന്ന് പറയുക. ചിലർ പറയും കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുക. അങ്ങനെ അതിനും പലതരത്തിലുള്ളതായ കാഴ്ചപ്പാടുകളും പലതരത്തിലുള്ള ഉത്തരങ്ങളുമാണ് ലഭിക്കുന്നത്. നമുക്കറിയാം ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാരണം കൊണ്ട് കുറെ ആളുകൾ കൂടിയിരിക്കുന്നത് തന്നെയാണ് ആൾക്കൂട്ടം എന്ന് പറയുന്നത്, ക്രൗഡ്. എന്നാൽ കമ്മ്യൂണിയൻ അഥവാ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നാണ് നമുക്കൊക്കെ അറിയാം. ആ കൂട്ടത്തിന് തന്നെ ഒരു കൂട്ടായ്മ ഒരു അനുഭവമുണ്ട്. അവർക്ക് ഒന്നിച്ചിരിക്കുന്നതിന് ചില പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്, അവർക്കൊരു കോമൺ പർപ്പസ് ഉണ്ട്, ലക്ഷ്യമുണ്ട്, അവർ തമ്മിൽ ഐക്യമത്യമുണ്ട്, സ്നേഹമുണ്ട്, കരുതലുണ്ട്, പരസ്പരം പങ്കുവയ്ക്കാനുള്ള മനോഭാവമുണ്ട്. ഇങ്ങനെ ധാരാളം നന്മകൾ ഉള്ള ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ഒരു കൂട്ടായ്മ തന്നെയാണ്. അപ്പനും അമ്മയും മക്കളും കൂടി ചേർന്ന് ഒന്നിച്ച് ഇമ്പകരമായിരിക്കുന്ന അവസ്ഥ. ഇമ്പം എന്ന് പറഞ്ഞാൽ
സാധാരണ നമ്മൾ പാട്ടിനെ കുറിച്ച് ഇമ്പം എന്ന് പറയുന്നു. ഒരു പാട്ടിമ്പമാണെങ്കിൽ അതിന് ചില ഘടകങ്ങളൊക്കെ വേണം. ഇപ്പോൾ ഇവിടെ ഗായക സംഘം നല്ല മനോഹരമായ പാട്ടുകൾ ആലപിച്ചു. ഈ പാട്ടുകൾ ആലപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ പാട്ടിന് വേണ്ടി നല്ല ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു നാടകമായാലും ഒരു സിനിമയായാലും ഒരു ഗാനമേളയായാലും അതിന് ആവശ്യമായിരിക്കുന്ന പരിശീലനവും റിഹേഴ്സലും ട്രയലും ഒക്കെ ഇല്ലാതെ അത് വേദിയിൽ അത്ര കണ്ട് നന്നായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ജീവിതത്തിന്റെ നാനാ തുറകളിൽ പലതരത്തിലുള്ളതായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളവും ഒരു ജോലി ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, അതിനെക്കുറിച്ചുള്ളതായ അടിസ്ഥാനപരമായ അറിവ്. രണ്ട്, അതിൽ നമുക്ക് ഭംഗിയായി ചെയ്തു തീർക്കുവാൻ കഴിയുന്നത് അതിനെക്കുറിച്ചുള്ള നമ്മുടെ പരിചയം, എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇന്ന് കുടുംബം എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം, എല്ലാറ്റിനെയും അടിസ്ഥാനമായി മഹാപ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്ന ചെറുപ്പക്കാർക്ക് കുടുംബജീവിതത്തെ കുറിച്ച് ആവശ്യമായിരിക്കുന്ന പരിശീലനങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളതായ എക്സ്പീരിയൻസോ ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ തകരാറുള്ള ഒരു കാരണം. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണും ചെറുക്കനുമായി 6 മാസം ഒന്നിച്ച് ജീവിച്ച് ഒക്കുവാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് ഇവിടെയില്ല. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് നോക്കാൻ നമുക്ക് ഒക്കുകയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് കുറെ കാലം ഒന്നിച്ച് ജീവിച്ച് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നടക്കില്ല. ഇവിടെ പിന്നെ എന്താണ്, സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവന്റെ വായനയിൽ നിന്നും കാഴ്ചയിൽ നിന്നും ഒക്കെ ലഭിച്ചതായ അറിവുകളൊക്കെ അവന്റെ ജീവിതത്തിൽ അവൻ പ്രയോഗിച്ച് നോക്കുകയാണ്. ഒത്തു കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇതാണ് ഒത്തു കിട്ടുന്നവർ വളരെ ചുരുക്കമാണ് ഇന്നത്തെ അവസ്ഥയിൽ. അതാണ് ഇന്ന് ഏറെ സംഭവിക്കുന്നത്. ഞങ്ങളുടെ ഭദ്രാസനത്തിൽ കഴിഞ്ഞ വർഷം 34 ഡൈവോഴ്സാണ് നടന്നത്. കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇവരെല്ലാം കാണാൻ സുന്ദരന്മാരും സുന്ദരിമാരും ആരോഗ്യമുള്ളവരും വിദ്യാസമ്പന്നരും വിദേശത്ത് ജോലിയുള്ളവരും നല്ല അടിപൊളി കല്യാണം നടത്തിയവരുമാണ്. പക്ഷെ അവർക്ക് ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നു, ഒന്നിച്ചൊരു സ്റ്റോപ്പിൽ നിന്ന് കയറി 2 സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി. ഇതാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്. ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളാകാം, വളരെ ചെറിയ കാര്യങ്ങളാണ്